നമസ്തേ. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാറ്റഗറി 4 കേട്ടറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അഗ്ല ക്വസ്റ്റ്യൻ, ലഡ്കെ കോ ബുലാओ. യഹാം ലഡ്കെ കോ മേ ലഡ്കെ കോ ബുലാओ എന്ന സെൻറ്റൻസിൽ കാരക് കോൺസാ ഹെ? അതിലേതാണ് കാരക്? അതായത് കോ എന്ന കാരക്. കാരക് ആठ प्रकार है, അറിയാലോ. ने, കോ, മേ, സേ, പർ, കാക്കെ, കി, കെ ലിയെ, ഇതൊക്കെയാണ് കാരക്. അപ്പം സഖ്യനെ സർവനാമിനെയും ക്രിയയുമായി കണക്ട് ചെയ്യുന്ന വേർഡ് കണക്ടേഴ്സാണ് കാരക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലഡ്കെ എന്ന് പറഞ്ഞ പ്ലൂരൽ സഖ്യ, ബഹുവചൻ സഖ്യൻ്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്ന കാരകാണ് കോ. കോ ബുലാവോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ഏതാണ് ഈ കോ എന്നുള്ളത്? ഏത് തരം? എല്ലാ കാരകിനും പേരുണ്ട്. ഏത് തരം കാരക എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഓപ്ഷൻസ് ആർ കർത്ത, സമ്പ്രദാൻ, അപ്പതാൻ, കർമ്മ. ഇതിലേതാണ്? കോ വന്നിട്ടുണ്ടെങ്കിൽ കർമ്മാണ്. കർത്താനെ, കർമ്മക്കോ, കരൺ സെ, കേട്ടില്ലേ? അഗ്ല ക്വസ്റ്റ്യൻ, ഹിന്ദി ദിവസ് മനാനെ കെ സംബന്ധ മേ ഉല്ലേഖനീയ ദിൻ ഹെ. ഹിന്ദി ദിവസ് നമ്മൾ ആചരിക്കുന്ന ദിവസത്തിൽ ഉല്ലേഖനീയ, ഏറ്റവും പ്രധാനപ്പെട്ടമായൊരു ദിവസമായി കണക്കാക്കപ്പെടുന്നത് ഓപ്ഷൻസ് ക്യായ? 26 जनवरी, 15 अगस्त, 14 सितंबर, 2 अक्टूबर. ഇതിലേതാണ്? 14 സിത്തംബർ ആണ് മഹീനെ വൈസ് 1949. അപ്പോൾ ഹിന്ദി ദിവസ് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ നോക്കാം നമുക്ക്. हिंदी दिवस प्रत्येक वर्ष 14 सितंबर को मनाया जाता है. 14 सितंबर 1949 को संविधान सभा ने ये निर्णय लिया कि നമ്മുടെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 1947 ഇൻഡിപെൻഡൻസ്, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷം നമ്മുടെ സംവിധാൻ സഭാനെ ये तय किया, निर्णय किया, അതായത് ഡിസൈഡ് ചെയ്തു ഹിന്ദി കേന്ദ്ര സർക്കാർ की आधिकारिक भाषा होगी, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഷയായി മാറും. പിന്നെ क्योंकि भारत में अधिकतर क्षेत्रों में ज़्यादातर हिंदी भाषा बोली जाती थी. കാരണം എന്താണ്? ഭാരതത്തിൽ ഓൾറെഡി 7 സ്റ്റേറ്റിൽ ഹിന്ദി മാതൃഭാഷയാണ്. അതുമാത്രമല്ല, ഹിന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭാഷയല്ലല്ലോ, ബോലിയാണല്ലോ. അപ്പോൾ ഒരുപാട് ഭാഷകളുടെ എക്സ്ട്രാക്റ്റ് ഹിന്ദിയിലുണ്ട്. അപ്പോൾ ഭാരതത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും ഹിന്ദി അറിയാം. അപ്പം അതുകൊണ്ടാണ് അധികാധിക് ഭാഷ बोली जाने वाली क्षेत्र यानी क्षेत्र में हिंदी है, इसलिए हिंदी को राजभाषा बनाने का निर्णय लिया. അതുകൊണ്ട് തന്നെ ഹിന്ദിയെ രാജ്യഭാഷ, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് തീരുമാനിച്ചു. और इसी निर्णय के महत्व को प्रतिपादित करने तथा हिंदी को प्रत्येक क्षेत्र में प्रसारित करने के लिए वर्ष 1953 से पूरे भारत में 14 सितंबर को प्रति वर्ष हिंदी दिवस के रूप में मनाया जाता है. 1949 നമുക്ക് അതിനുള്ള അധികാരം വന്നത്. 53 മുതൽ പൂരെ ഭാരത് മേ 14 സിതംബറിൽ നമ്മൾ ഹിന്ദി ദിവസ് ആ ദിവസം നമ്മൾ ആചരിക്കുന്നു. स्वतंत्रता प्राप्ति के बाद हिंदी को आधिकारिक भाषा के रूप में स्थापित करके കാക്ക കാലേക്കർ, ഹജാരി പ്രസാദ് ദ്വിവേദി, സേഠ് ഗോവിന്ദദാസ്, ഈ പേരുകളൊക്കെ ഓർത്തു വെക്കുക. ഇവരൊക്കെ ഹിന്ദിയെ രാജഭാഷയാക്കാൻ വേണ്ടി പ്രമുഖ സ്ഥാനം വഹിച്ചവരാണ്. ആദി സാഹിത്യകാരോं के साथ लेकर व्यवहार राजेंद्र सिंह ने अथक प्रयास किया हिंदी राजभाषयाക്കാൻ. अगला क्वेश्चन देखें. भारत में प्रगतिशील लेखक संघ के प्रथम अधिवेशन के अध्यक्ष कौन थे? ഭാരതത്തിലെ പ്രഗതിശീൽ ലേഖക് സംഘ്, പ്രോഗ്രസീവ് ലിറ്ററേച്ചർ റൈറ്റർ, അങ്ങനെയുള്ള അവരുടെ ആ അധിവേശൻ, അതിൻ്റെ അധ്യക്ഷൻ ആരാന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് ആർ നാഗാർജുൻ, നിരാല, പ്രേംചന്ദ്, യശ്പാൽ. അപ്പോൾ ഇതിലാരാണ് ആദ്യത്തെ ഭാരതത്തിലെ പ്രഗതിശീൽ ലേഖക് സംഘ് ആദ്യത്തെ അധ്യക്ഷനായതാരാണ്? പ്രേംചന്ദ് ആണ് ഉത്തരം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. 20वीं सदी के प्रारंभ में स्थापित हुआ भारतीय प्रगतिशील लेखकों का एक समूह है. ഏകദേശം 20वीं സദിയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ये लेखक समूह अपने लेखक से सामाजिक, आर्थिक और राजनीतिक समानता का समर्थन करता है. ഇതിൻ്റെ തുടർച്ച എന്ന പോലെയാണ് നമ്മുടെ ഹിന്ദിയിൽ എന്തിൻ്റെ ആരംഭം ഉണ്ടാവുന്നത്? പ്രഗതിവാദിൻ്റെ ആരംഭം ഉണ്ടാവുന്നത്. और
ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാമാജിക് ആർത്തിക് ഓർ രാജനീതിക് സമാനത. അത് സൊസൈറ്റിയിൽ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമുള്ള ഇക്വാലിറ്റിയാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. और कुरीतियों अन्याय व पिछड़ेपन का विरोध करता है. അതുപോലെ സാധാരണക്കാരുള്ള അനീതിയെയും അക്രമത്തെയും അതുപോലെ അവരെപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതും പിച്ചഡേപ്പൻ അവരെങ്ങനെ മാറ്റി നിർത്തുക അങ്ങനെയുള്ളതിനൊക്കെ എന്ത് ചെയ്യാണ് ഈ ഒരു ഇതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വിരോധ करता है. इसकी स्थापना 1934 में ലണ്ടൻ में हुई. ശരിക്കും അത് ലണ്ടനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ലണ്ടൻ മീൻസ് ലണ്ടൻ. ഇസ്കെ പ്രണേത സജ്ജാദ് സഹീർ. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തീം കൊണ്ടുവന്നത് സജ്ജാദ് സഹീർ, അദ്ദേഹം ലണ്ടനിൽ. പിന്നെ അതിൻ്റെ ശേഷം 1934 को प्रेमचंद की अध्यक्षता में होने वाले लखनऊ, നമ്മുടെ ഭാരതത്തിലാകുമ്പോൾ ലക്നൗവിൽ अधिवेशन में उस समय के प्रसिद्ध लेखक प्रेमचंद और जैनेन्द्र इनमें शामिल है. പ്രേംചന്ദിൻ്റെ കൂടെ തന്നെ തോളോട് തോൾ പ്രവർത്തിച്ച ആളാണ് ജൈനേന്ദ്ര. അത്രയും കാര്യങ്ങൾ ഓർക്കാം. അഗ്ല ക്വസ്റ്റ്യൻ, വാപ്പസി കഹാനി കെ രചനാകാർ കോൺ ഹെ. വാപ്പസി എന്ന് പറഞ്ഞ കഹാനിയുടെ രചനാകാർ ആരാണ്? ഓപ്ഷൻസ് ആർ മധു കാക്കരിയ, ഉഷ പ്രേംവദ, ഇലാചന്ദ്ര ജോഷി, യശ്പാൽ. അപ്പം ഇതിൽ ആരാണ് വാപ്പസി കഹാനിയുടെ കഹാനികാർ? ഉഷ പ്രേംവദയാണ് വാപ്പസി കഹാനിയുടെ കഹാനികാർ. വാപ്പസി കഹാനിയിൽ അതിൻ്റെ ക്യാരക്ടേഴ്സ്, പാത്രം ആരൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഒരാളെയാണ് പ്രത്യേകമായി ഓർത്ത് വെക്കേണ്ടത്, ഗജാദർ ബാബു. ഗജാദർ ബാബു ഒരു റെയിൽവേയിൽ വർക്ക് ചെയ്ത ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം അവിടുന്ന് പിന്നീട് റിട്ടയർ ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ഗജേന്ദ്ര ബാബുവിനെ ചുറ്റിപ്പറ്റിയിട്ടും ഉൻകെ പരിവാർ സെ റിലേറ്റഡ്, അതാണ് വാപ്പസി. तो कहानी संयुक्त परिवार के विघटन की कहानी है. കഹാനിയുടെ ഒരു തീം എന്ന് പറഞ്ഞാൽ ഒരു സംയുക്ത പരിവാർ, അതായത് വലിയൊരു ഫാമിലി, അതിൻ്റെ വിഘടനാണ്, എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഫാമിലി, അത് സെപ്പറേറ്റ് ആവാണ്. इसमें एक व्यक्ति के रिटायर होकर घर लौटने और पुनः घर छोड़कर अन्यत्र लौटने की कहानी की बहुत मार्मिकता से अभिव्यक्त किया गया है. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം വീട്ടിൽ ജോലി കഴിഞ്ഞു, പരിവാർക്കെ സാത്ത് സമയം ബിത്താനേക്കല്ലേ, കുടുംബത്തിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ള ആഗ്രഹത്തിൽ വരികയും പിന്നീട് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് ഇത്ര വർഷം ഇവിടെ ഈ കുടുംബത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ കുടുംബത്തിൽ ആരും അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ കൂട്ടിയിരുന്നില്ല. പിന്നീട് അദ്ദേഹം വീണ്ടും ജോലി ചെയ്യാൻ തീരുമാനിക്കുകയും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഭാര്യ വരെ വീണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കഹാനിയാണ് ഉഷ പ്രേംവദയുടെ വാപ്പസി. എപ്പോഴും ചോദിക്കാറുണ്ട് വാപ്പസി റിലേറ്റഡ്. അപ്പോൾ അതിലുള്ള പാത്രം ഒന്ന് ഓർത്ത് വെക്കുക, ഗജാദർ ബാബു, അദ്ദേഹം റെയിൽവേയിലായിരുന്നു. അഗ്ല സവാൽ, नागार्जुन को कविता कालिदास का प्रथम अनुच्छेद. नागार्जुन की कविता कालिदास, നാഗാർജുൻ്റെ ഒരു കവിതയാണ് കാളിദാസ്. उसका प्रथम अनुच्छेद किस काव्य के प्रसंग पर आधारित है. അദ്ദേഹത്തിൻ്റെ ആ കാളിദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കവിതയുടെ ആദ്യത്തെ സെക്ഷന് ഏതൊരു കവിതയുടെ ബേസിലാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ആർ കുമാർ സംഭവ്, മേഘദൂത്, ഋതുസംഹാർ, രഘുവംശ്. അപ്പോൾ കാളിദാസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം രഘുവംശാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഈ ഒരു കവിതാമേ ഇസ് കവിതാമേ യാനി കാളിദാസ് എന്ന് പറഞ്ഞ नागार्जुन की कविता में नागार्जुन संस्कृत के महाकवि कालिदास के माध्यम से कविता की रचना प्रक्रिया की बात करते हैं. അതായത് കാളിദാസിലൂടെ, കാളിദാസ് പറയാണ്, അദ്ദേഹമാണ് രഘുവംശം എഴുതിയത്, അദ്ദേഹം തൻ്റെ കവിത എഴുതുന്ന സമയത്ത് അദ്ദേഹം ഏത് രീതിയിലാണ് അതിലൂടെ അദ്ദേഹത്തിൻ്റെ കവിതകൾ എങ്ങനെ എഴുതി എന്നുള്ളത് അത് നാഗാർജുൻ കാളിദാസനായിട്ട് പറയുകയാണ്. कालिदास ने अपने महाकाव्यों में जिन पात्रों की पीड़ा को अपने हृदय में अनुभव किया है, कालिदास के जिन महाकाव्यों का उद्धरण नागार्जुन ने दिया है वे है ഇന്ദുമതി और രഘുവംശ. അതായത് ഇതിൽ കാളിദാസന് എപ്രകാരമാണ് ഓരോ കഥാപാത്രത്തിൻ്റെയും വേദനകൾ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം കവിതയിൽ എഴുതി എന്നതിനെക്കുറിച്ച് പറയുന്നു. പിന്നെ കാളിദാസിൻ്റെ രഘുവംശം ഇന്ദുമതിയും എന്ന 2 കാവ്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു തൻ്റെ കാളിദാസ് എന്ന് പറഞ്ഞ ഈ കവിതയിൽ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അഗ്ല സവാൽ,
ബ്രജ് ഭാഷ കെ വികാസെ സംബന്ധിത് അപഭ്രംശ് ഹെ. അതായത് ബ്രജ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ഏത് അപഭ്രംശലാണ് അത് വരുന്നത് എന്ന്. ഓപ്ഷൻസ് ആർ മാഗധി, പേഷാജി, ഷോർസേനി, ബ്രാച്ചർ. അപ്പോൾ അതിലേതാണ് ബ്രജ് ഭാഷ കണക്ട് ചെയ്യുന്നത്? ഏതാണ്? മാഗധി അപഭ്രംശാണോ, പേഷാജി അപഭ്രംശാണോ, ഷോർസേനി അപഭ്രംശാണോ, ബ്രാച്ചഡ് ആണോ ചോദിച്ചത്? ഉത്തരം ഷോർസേനി അപഭ്രംശാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഭാരതീയ ആര്യ ഭാഷാओं की परंपरा में विकसित होने वाली ബ്രജ് ഭാഷ ഷോർസേനി അപഭ്രംശിക്ക് ഖോക്സെ ജന്മി ഹെ. നമ്മുടെ ആര്യഭാഷയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ബ്രജ് ഭാഷ എന്ന് പറയുന്നത് ഷോർസേനി അപഭ്രംശിൽ നിന്നാണ് ഉണ്ടായത്. ब्रज भाषा एक क्षेत्रीय ग्रामीण भाषा है जो पश्चिमी उत्तर प्रदेश एवं ഉത്തരാഖണ്ഡ് മേ ബോലി ജാത്തി ഹെ. ഏകദേശം ഉത്തരാഖണ്ഡിൽ പറയപ്പെടുന്ന അവിടെ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്, ഗ്രാമീൺ ഭാഷയാണ് ബ്രജ് ഭാഷ. और इसके अलावा ये भाषा हरियाणा, राजस्थान और मध्य प्रदेश के कुछ जनपदों में भी बोली जाती है. അവിടെങ്ങളിലും പറയാറുണ്ട്. अन्य भारतीय भाषाओं की तरह ये भी संस्कृत से जन्मी है. ബ്രജ് ഭാഷയും ഏതിൽ നിന്നാണ് വന്നത്? സംസ്കൃതം. അന്യ ഭാരതീയ ഭാഷകളെ പോലെ തന്നെ ബ്രജ് ഭാഷയും സംസ്കൃതത്തിൽ നിന്നാണ് വന്നത്. ഇസ് ഭാഷ മേ പ്രചുർ മാത്ര മേ സാഹിത്യ ഉപലബ്ധി. ഈ ഭാഷയിൽ വളരെ അധികം, ഏറ്റവും കൂടുതൽ ഏതാണ് ഉള്ളത്? നമുക്ക് കാണപ്പെടുന്നത് ഒരുപാട് സാഹിത്യങ്ങൾ ബ്രജ് ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഭാരതീയ ഭക്തികാൽ മേ ഈ ഭാഷ പ്രമുഖ രഹി. ഭക്തികാലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഷ എന്ന് വേണം നമുക്ക് പറയാം. ഭാഷാ വൈജ്ഞാനിക് ദൃഷ്ടി മേ അപഭ്രംശ് ഭാരതീയ ആര്യ ഭാഷാ के मध्यकाल की अंतिम अवस्था है जो प्राकृत और आधुनिक भाषाओं के बीच की स्थिति है. അപ്പോൾ അപഭ്രംശാണ് ഏറ്റവും അവസാനത്തെ ഘട്ടം, നമ്മുടെ ആധുനിക ഭാഷയുടെയും അതുപോലെ പുരാതൻ ഭാഷയുടെയും ഇടയിലുള്ളത്. ഈ അപഭ്രംശ് ഉസസെ നിക്കൽനെ വാലി ആധുനിക് ആര്യ ഭാഷയും ഉപഭാഷയും എന്ന് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഒന്ന് ഷോർസേനി. ഷോർസേനിയിൽ വരുന്നതാണ് പശ്ചിമി ഹിന്ദി. അതിലാണ് ഏത് വരുന്നത്? ബ്രജ് ഭാഷ, ഖടി ബോലി, ബാംഗ്രു, കന്നൗജി, ബുന്ദേലി, ഇതൊക്കെ വരുന്നത് ആ ഷോർസേനിയിലാണ്. അതുപോലെ രാജസ്ഥാനിയിലാണ് മേവാത്തി, മാർവാടി, മാൽവി, ജയപുരി, ഗുജറാത്തി. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ടാണ് അതിലടങ്ങിയിരിക്കുന്ന ആധുനിക ആര്യ ഭാഷ, അതിൻ്റെ ഉപഭാഷ, അതിൻ്റെ ഈ ഷോർസേനിയിലെ പശ്ചിമ ഇന്ത്യയിലെ ഭാഷയാണ് ബ്രജ് ഭാഷ വരുന്നത്. അഗ്ല അർദ്ധമാഗധി. രണ്ടാമത്തെ സെക്ഷൻ അർദ്ധമാഗധി. അതിലാണ് പൂർവി ഹിന്ദി. അതിൽ വരുന്നത് ഏതൊക്കെയാണ്? അവധി, ബഗേലി, ഛത്തീസ്ഗഢി. പിന്നെ അതുപോലെ മാഗധിയിൽ വരുന്നത് ബിഹാരിയാണ്. ബിഹാരിയിൽ വരുന്നത് ഭോജ്പുരി, മേദിലി, മഗഹി. അതുപോലെ തന്നെ ബംഗ്ല, ഉഡിയ, അസമിയ, ഇതൊക്കെ മാഗധിയിൽ വരുന്നതാണ്. പിന്നെ ഖസ് എന്ന് പറഞ്ഞാൽ പഹാഡി ഹിന്ദിയാണ്. പഹാഡി ഹിന്ദി അറിയാലോ, ആ ഭാഗത്തേക്ക് നമ്മളെ മുകളിലേക്കുള്ള ഭാഗത്തുള്ള. പേഷാജി എന്ന് പറയുന്നത് അതിൽ ലഹന്ത, പഞ്ചാബി, ബ്രാച്ചഡിൽ സിന്ധി, മഹാരാഷ്ട്രയിൽ മറാഠി. ഇതൊക്കെയാണ് ആധുനിക ആര്യ ഭാഷയും അതിൻ്റെ ഉപഭാഷയും. अगला सवाल. उपयुक्त विवरण से स्पष्ट है कि हिंदी भाषा का उद्भव അപഭ്രംശ് കെ ഷോർസേനി. ഹിന്ദി ഭാഷയുടെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അപഭ്രംശ് കെ ഷോർസേനി. അത് നല്ലോണം ഓർത്ത് വയ്ക്കുക. अर्ध मागधी और मागधी रूपों में से हुआ है. अगला सवाल. बिहारी किस कोटि के कवि है? बिहारी लाल ഏത് ഗണത്തിൽ പെടുന്ന ആളാണ്? तो बिहारी रीति ऑप्शंस आर रीति बद्ध, रीति सिद्ध, रीति मुक्त और इनमें से कोई नहीं. ഇതിൽ ഏതിലാണ് ബിഹാരിജി വരുന്നതെന്നാണ് ചോദിച്ചത്. ഉത്തരം ഏതാണ്? രീതി സിദ്ധ്. അപ്പോൾ എന്താണ് രീതി സിദ്ധ്, രീതി ബദ്ധ് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. രീതി ബദ്ധ് കവിക്ക് കാവ്യമേ വ്യംഗ്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് കുറിക്കൊള്ളുന്ന രീതിയിൽ പറയുന്നതാണ് വ്യംഗ്യം. അപ്പോൾ രീതിബദ്ധ കവിക്ക് കാവ്യത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വ്യംഗ്യ ആയിരിക്കും. രൂപക് ആദിക്ക് ശുദ്ധ കവിതാവുക്ക് രീതി കാ പാലൻ കിയാ ജാത്ത ഹൈ. രൂപക് എന്ന് പറഞ്ഞാൽ അലങ്കാരം ഉണ്ടാവും. അതുപോലെ കവിതയുടെ എല്ലാ നിയമങ്ങളും വളരെ നീതിബദ്ധതയോടുകൂടി അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അതാണ് രീതിബദ്ധ കവി. പിന്നെ രീതി സിദ്ധ കവി എന്ന് പറഞ്ഞാൽ രീതി സിദ്ധ കവിക്ക് കാവ്യമേ रीतियों के साथ साथ नए विचारों അനുഭവം ആദിക്ക് സമജ് ദി ജാത്തി ഹെ. അവരുടെ കവികളിൽ എന്തൊക്കെയാണ്? രീതിക്ക് സാത്ത് സാത്ത്
പുതിയ വിചാർ, അതായത് പുതിയ ആ കാലഘട്ടത്തിന് അനുയോജ്യമായത്. നേ വിചാർ അനുഭവം ആദിക്കെ സമജ് ബി ദി ജാതി ഹെ. പിന്നെ രീതി മുക്ത് കവി കെ കാവ്യമേ കവി അപ്പനി വ്യക്തിഗത വിചാരധാര, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വ്യക്തിഗത വിചാരം, പേഴ്സണൽ ആയിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം, അല്ലാതെ കവിതകളുടെ നിയമങ്ങളെ അവർ എടുക്കില്ല. और अनुभवों को अपने कविताओं के माध्यम से व्यक्त करता है रीति मुक्त कवि. अगला रीति बद्ध कवि मतलब केशवदास, चिंतामणि त्रिपाठी, कुलपति मिश्र, देव, भिखारी दास, पद्मागर और मदिराम आदि महत्वपूर्ण कवियों को रखा जाता है कहाँ? रीति बद्धिले. നമ്മുടെ ബിഹാരി എവിടെയാണ്? രീതി സിദ്ധ്. അതുപോലെ തന്നെ രീതി സിദ്ധ് കവിയിലെ ബിഹാരി പെഹ്ലാ നാം ആതാ ഹെ ബിഹാരി ജി की. और अगला है बेनी वाजपेयी, कृष्ण कवि, रसनिधि, सेनापति, वृंद तथा विक्रमादित्य आदि रीति सिद्ध कवि है. रीति मुक्त कविകൾ ആരൊക്കെയാണ്? കവി ആലം, ഘനാനന്ദ്, ബോധ ഠാക്കുർ और ദ്വിജദേവ് അവരൊക്കെയാണ് ഏതിൽ പെടുന്നത്? രീതി മുക്ത കവിയിൽ. അപ്പോൾ അവരൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. എപ്പോഴും ഓപ്ഷൻ റിലേറ്റഡ് ആയിരിക്കും, പിന്നെ നെക്സ്റ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. അഗ്ലാ സവാൽ, പ്രേംചന്ദ് കാ ഉപന്യാസ് കോൺസാ ഹെ? പ്രേംചന്ദ് ഇന്ത്യയിൽ നമ്മൾ ഒരിക്കലും എപ്പോഴും പ്രേംചന്ദിന് ഒന്നുമില്ല നമുക്ക് ഒഴിവാക്കാൻ, എപ്പോഴും എന്തുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നോക്കാം. പ്രേംചന്ദ് കാ ഉപന്യാസ് കോൺസാ ഹെ? ഓപ്ഷൻസ് എ മേല ആഞ്ചൽ, കങ്കാൽ, ഗോന്ത്, ഗോദാൻ. ഉറപ്പായിട്ടും ഗോദാൻ, അദ്ദേഹത്തിൻ്റെ അന്തിം ഉപന്യാസം കൂടിയാണ് ഗോദാൻ. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ പറഞ്ഞ കൃതികളൊക്കെ കുറിച്ച് നമുക്ക് നോക്കണം. ആദ്യം നമുക്ക് ഗോദാൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഗോദാൻ प्रेमचंद का अंतिम और सबसे महत्वपूर्ण उपन्यास माना जाता है. कुछ लोग इसे उनकी सर्वोत्तम कृति भी मानते हैं. ഏറ്റവും ഉത്കൃഷ്ടമായ പ്രേംചന്ദിന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എടുത്തു കാണിക്കുന്നത് ഗോദാനാണ്. इसका प्रकाशन 1936 ईस्वी में 1936 ഇത് പ്രകാശൻ വർഷം. और हिंदी ग्रंथ रत्नाकर कार्यालय, അതൊന്നും ഉണ്ടാവാറില്ല, എന്നാലും ഒരു ഹിന്ദി ഏതിലാണെന്നുള്ള ഒരു 4 ഓപ്ഷൻ വന്നാൽ നമുക്ക് നോക്കാമല്ലോ. ഹിന്ദി ഗ്രന്ഥ രത്നാകർ കാര്യാലയിലെ ബംബൈ ദ്വാര കിയാ ഗയ അതിൻ്റെ പ്രകാശൻ. പിന്നെ അടുത്തത് മേല ആഞ്ചൽ ഫണീശ്വർനാഥ് രേണുജിൻ്റെ ആണ്. ഉൻകാ യേ ഹിന്ദി കാ ശ്രേഷ്ഠ ഓർ സശക്ത ആഞ്ചലിക് ഉപന്യാസമാണ്. അതായത് ഈ പഹാഡി ലോകാണ് ആഞ്ചലിക്, അവിടെ താഴ്വരയിൽ താമസിക്കുന്ന, ആഞ്ചൽ എന്ന് പറഞ്ഞാൽ താഴ്വര, പർവ്വതങ്ങളുടെ താഴ്വരയിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിത രീതികളുമായി ബന്ധപ്പെട്ട ഒരു ഉപന്യാസമാണ് ഈ മേല ആഞ്ചൽ എന്ന് പറഞ്ഞാൽ. അത് വളരെ സുപ്രസിദ്ധമായൊരു നോവലാണ്. സ്പെഷ്യലി നമ്മുടെ ഫണീശ്വർനാഥ് രേണു അദ്ദേഹത്തിൻ്റെ സാഹിത്യരചനയിൽ ഏറ്റവും ഒരു ഉത്കൃഷ്ടമായ രചനയാണ്. സോ നേപ്പാൾ की सीमा से सटे उत्तर पूर्वी बिहार के एक पिछड़े ग्रामीण अंचल के अंचल को पृष्ठभूमि बनाकर रेणु जी ने इसमें वहाँ के जीवन का अत्यंत जीवंत और मुखर चित्रण किया है. വളരെ ലൈവ്ലി ആയിട്ടൊരു സെക്ഷനാണ് എവിടെയുള്ളത്? നേപ്പാളിൻ്റെ ബോർഡറിലുള്ള, അതുപോലെ ബീഹാറിൻ്റെ ഏകദേശം ഉൾനാട്ടിലേക്കുള്ള ഒരു ഗ്രാമീണ പ്രദേശത്തുള്ള താഴ്വരയിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിത രീതി വളരെയായിട്ട് ഒരു ജീവിക്കുന്ന പോലെ തന്നെ ശരിക്കും നമുക്ക് തോന്നും. ജിസ്സെ വോ സ്വയം ഹി ഘനിഷ്ഠ രൂപ സെ ജുഡേ ഹുവേ, അദ്ദേഹം അവിടെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻസിഡൻറ്റും കൂടിയും ഇതിലുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു നോവൽ ഇതിൽ ഓപ്ഷന് തന്നായിരുന്നു കങ്കാൽ. കങ്കാൽ എന്ന് പറഞ്ഞത് ആരതാണ്? നമ്മുടെ ജയശങ്കർ പ്രസാദ് ജിൻ്റെ ആണ്, അദ്ദേഹത്തിൻ്റെ ഉപന്യാസമാണ്. കങ്കാൽ ധർമ്മ കെ ആവരൺ മേ छल छदम एवं अनाचार की पृष्ठभूमि पर लिखित जयशंकर प्रसाद का प्रथम उपन्यास. അതൊന്ന് ഓർത്ത് വെക്കുക, ജയശങ്കർ പ്രസാദ് ജിൻ്റെ പ്രഥം ഉപന്യാസാണ്. ധർമ്മ റിലേറ്റഡ്, റിലീജിയൻ റിലേറ്റഡ് ആണ്. ജിസ്കാ പ്രകാശൻ സൺ 1929 ഭാരതി ഭണ്ഡാർ ഇലഹാബാദിൽ. പിന്നെ ഉള്ളത് നമ്മൾ അധികം കേൾക്കാത്ത ഒന്നാണ്, കങ്കാലൊക്കെ കുറച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഗോന്ത് എന്നുള്ള ഉപന്യാസം. ഗേന്ത് അല്ല, ഗോന്ത് ഉപന്യാസ് സിയാറാം ശരൺ ഗുപ്തിൻ്റെ ആണ്. ഈ പ്രസിദ്ധ ഹിന്ദി കവി, അദ്ദേഹം ഒരു കവിയാണ്, പക്ഷേ അദ്ദേഹം എഴുതിയ ഒരു ഒരു നോവലാണ് ഇത്. അപ്പോൾ ഈ പ്രസിദ്ധ ഹിന്ദി കവി മൈഥിലി ശരൺ ഗുപ്തയ്ക്ക് അനുജത്തെ. അപ്പം അതിനെക്കുറിച്ച് അധികം ഒന്നും കാണുന്നില്ല. എന്നാലും ഗോന്ത് ഉപന്യാസം ആരതാന്ന് ചോദിച്ചാൽ വരികയാണെങ്കിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ
വീണ്ടും അതിനെക്കുറിച്ച് വരാം. അതുകൊണ്ട് സിയാറാം ശരൺ ഗുപ്തജീൻ്റെയാണ്. അഗ്ലാ സവാൽ, പൂസ് കി രാത് കഹാനി കാ മുഖ്യ വിഷയ് ക്യാ ഹൈ? പൂസ് കി രാത്ത് കഹാനിയുടെ മുഖ്യ വിഷയ് എന്താണ്? ആരുതാണ് പൂസ് കി രാത്ത് കഹാനി? പ്രേംചന്ദിൻ്റെ. അപ്പം ഓപ്ഷൻ നോക്കാം. അതിൻ്റെ മുഖ്യ വിഷയ് ഗരീബ് കിസാൻ കി വ്യത ആണോ, അതായത് പാവപ്പെട്ട കർഷകന്റെ വ്യത, വ്യത മീൻസ് വിഷമം പറയുന്നതാണോ, അല്ലെങ്കിൽ സാമാജിക് കുരീതിയ, സാമാജിക് കുരീതിയ പറഞ്ഞാൽ സൊസൈറ്റിയിലുള്ള അന്യായങ്ങളെ കുറിച്ചിട്ടുള്ളതാണോ, അന്മേൽ വിവാഹ്, അന്മേൽ വിവാഹം എന്ന് പറഞ്ഞാൽ ചേർച്ചയില്ലാത്ത വിവാഹം, ദഹേജ് പ്രഥ, ദഹേജ് പ്രഥ പറഞ്ഞാൽ സ്ത്രീധനത്തിനെ കുറിച്ചിട്ടുള്ളതാണോ? അപ്പൊ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഏതാണ് പൂസ് കി രാത്ത്? പൂസ് കി രാത്ത് കഹാനി എന്തിനെ കുറിച്ചിട്ടാണ്? ഗരീബ് കിസാന്റെ വ്യതയാണ്. കാരണം ഇതില് പൂസ് കി രാത്ത് ഹൽക്കു എന്ന് പറഞ്ഞ ഒരു കർഷകന് രാത്രി തൻ്റെ വയലില് അവിടെ തൻ്റെ വിളകള് രക്ഷിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അവസാനം എല്ലാം നശിച്ചു പോകുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഓൾറെഡി അവർ ഭയങ്കര ദുരിതത്തിലൂടെയാണ് കഴിയുന്നത്. അപ്പം വിളവ് പോലും അവർക്ക് കിട്ടാതെ മുഴുവൻ കത്തിപ്പോകുന്ന, തണുപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റാതെ കീറിയ കമ്പിളിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഹൽക്കു, ഹൽക്കു ഓർത്ത് വെക്കുക കേട്ടോ. ഹൽക്കു കെ മാധ്യം സെ പ്രേംചന്ദിനെ ഭാരതീയ കിസാൻ, ആ സമയത്തുള്ള ഭാരതീയ കിസാന്റെ ലാചാരി കാ യഥാർത്ഥ ചിത്രം, അവരുടെ ഏറ്റവും ഹെൽപ്ലെസ് ആയൊരു സിറ്റുവേഷൻ, ഇന്നും വലിയ മോശമില്ലാതെ എന്നാണ് നമ്മളിപ്പോഴും ന്യൂസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക.